Hello, Muggles. I am here to school NMMS offline class. Now, preparation NMMS exam preparation start sport start cross bypass just comment box ൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉഷാറാക്കും അല്ലെങ്കിൽ NMMS കിട്ടും ആ ഒരു കോൺഫിഡൻസ് സാധനം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പൊതുവെയുള്ള എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു സാർ ബയോളജിയിൽ ഏത് ചാപ്റ്ററാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുക കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു അനാലിസിസ് അങ്ങനെ കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ എനിക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്തു അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു ഇത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്താലോ കാരണം എല്ലാവർക്കും ഉപകരിക്കപ്പെടുമല്ലോ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ എന്ത് ചെയ്യാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ബയോളജി എന്ന് പറഞ്ഞാൽ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്സ് അല്ല ബയോളജിയാണ് ഓക്കെ അപ്പം ബയോളജിയിൽ NMMS എത്ര മാർക്കിന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ടോട്ടൽ സയൻസിൽ നിന്ന് സോഷ്യൽ സയൻസ് അല്ല സാധാ നമ്മൾ നോർമൽ സയൻസ് നമ്മളെ സയൻസിൽ നിന്ന് 36 മാർക്കിനാണ് എന്ത് ചെയ്യുക ടോട്ടൽ ചോദ്യം വരിക അതിൽ ഫിസിക്സിൽ 12 കെമിസ്ട്രിയിൽ 12 ബയോളജിയിൽ 12 എന്ന് വെച്ചാൽ ബയോളജിയിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യം വരും 12 മാർക്കിന് ബയോളജിയിൽ നിന്ന് ചോദ്യം ചോദിക്കും അതിനിപ്പോൾ 12 കൃത്യമായിട്ട് അങ്ങനെ ആവണമെന്നില്ല മേ ബി 11 ആവാം 13 ആവാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവാം പക്ഷേ പൊതുവെ 12 എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാറ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ടോപ്പിക് അഗ്രികൾച്ചർ ഓക്കെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേയുള്ള വർഷം 1 മാർക്കിനും അതിൻ്റെ മുന്നേയുള്ള വർഷം 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഏത് ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് അഗ്രികൾച്ചറിൻ്റെ ഭാഗത്തിൽ നിന്ന് വിവിധ തരം അഗ്രികൾച്ചറൽ സെക്ടറുകളും പെസ്റ്റ് മാനേജ്മെൻറ്റും ആ ഒരു പോർഷനിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം എക്സ്പെക്റ്റ് ചെയ്യാം കാരണം എല്ലാ വർഷവും 1, 2, 3 മാർക്കിന് എന്തെങ്കിലും നിന്ന് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ 12ൽ 3 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഭയങ്കര സംഭവമാണ് 20% ക്വസ്റ്റ്യൻസ് ആ ഒരൊറ്റ പോർഷൻ നിന്നാണ് സോ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു പോർഷൻ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് പഠിക്കണം പിന്നെ അടുത്തത് സെല്ല് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം 3 മാർക്കിനും അതിൻ്റെ മുന്നേയുള്ള വർഷം 6 മാർക്കിന് 6 മാർക്ക് എന്ന് പറഞ്ഞാൽ 50% ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിൻ്റെ മുന്നേയുള്ള വർഷം 2 മാർക്കിനാട്ടോ ഓക്കെ പക്ഷെ എന്ന് വെച്ചാൽ 3, 6, 2 എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സോ സെല്ലിനെ നിങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കണം സെല്ലിനെ നിങ്ങൾ നല്ല രീതിയിൽ പരിഗണിക്കണം കാരണം സെല്ലിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സോ സെല്ല് ഈസ് മെയിൻ സെല്ല് ടോപ്പാണ് സെല്ല് അടിപൊളിയാണ് സെല്ലിൻ്റെ ചാപ്റ്റർ കൃത്യം അടിപൊളിയായിട്ട് പഠിക്കണം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കണം ഒരു വള്ളി പുള്ളി തെറ്റാതെ അതിലുള്ള എക്സ്ട്രാ റീഡിങ്സും അതിലുള്ള നോർമൽ കാര്യങ്ങളും എല്ലാം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം ഓക്കെ പഠിക്കൂലേ പഠിക്കണം കേട്ടോ പഠിച്ചാലേ കിട്ടുള്ളൂ വെറുതെ ഇരുന്ന് എന്തായാലും കിട്ടൂല പിന്നെ അടുത്തത് മൈക്രോ ഓർഗാനിസം ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷെ അതിന് മുന്നേയുള്ള 2 വർഷങ്ങളിൽ ഓരോ മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മുന്നേയുള്ള വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എന്തോ എന്തെങ്കിലും സം കൈൻഡ് ഓഫ് റീസൺസ് കൊണ്ട് ചോദിക്കാതിരുന്നതായിരിക്കാം പോട്ടെ വിഷയമില്ല പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നേയുള്ള വർഷം അതിൽ നിന്ന് യാതൊരുവിധ ചോദ്യങ്ങളും വന്നിട്ടില്ല ഡിസീസസിൻ്റെ ഭാഗത്തിൽ നിന്ന് പക്ഷേ 2021 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇനി പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ വർഷം ഒന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ നമ്മൾ നോർമലി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നിലെ വർഷം ഒന്നും ചോദിക്കാത്തത് കൊണ്ട് നമ്മളത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട പിന്നെ അടുത്തത് ബോഡി സയൻസ് ആണ് ബോഡി സയൻസിന് കഴിഞ്ഞ വർഷത്തിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേയുള്ള വർഷം ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ മുന്നേയുള്ള വർഷം 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം ചോദ്യങ്ങൾ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം സോ ബോഡി സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹോർമോണുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അതിൽ നിന്ന് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നിലുള്ള വർഷം ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല പക്ഷെ ആ ടോപ്പിക്ക് NMMS നമ്മൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ടോപ്പിക്ക് ലാസ്റ്റിലോട്ട് മാറ്റി വെക്കുക ആ ടോപ്പിക്ക് ഫസ്റ്റ് ടോപ്പായി കണ്ട് ആദ്യം എൻഡോക്രൈൻ ഗ്ലാൻഡ് പഠിക്കാം അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന സെല്ല് അഗ്രികൾച്ചർ പോലത്തെ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇത് എന്ത് ചെയ്യുക ഇത് ലാസ്റ്റ് പഠിക്കുക ഇത് പഠിക്കേണ്ടെന്നല്ല ഇത് ലാസ്റ്റിൽ പഠിക്കുക കാരണം അവസാനം നമ്മൾക്ക് മേ ബി സമയം കിട്ടിയില്ലെങ്കിലോ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് ലാസ്റ്റിലോട്ട് മാറ്റി വെക്കുക കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് ഫസ്റ്റും പഠിക്കുക
പിന്നെ പ്ലാൻ മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നേയുള്ള വർഷങ്ങളൊന്നും പ്ലാൻ മൂവ്മെൻറ്റ്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ 2021 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിന്. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലാൻ മൂവ്മെൻറ്റ്സിന് എന്ത് ചെയ്യുക, വേണ്ട രീതിയിൽ പരിഗണിക്കണം, പഠിക്കണം. ഓക്കെ. പിന്നെ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷം 1 മാർക്കിനാണ് ചോദിച്ചത്. അതിൻ്റെ മുന്നേയുള്ള വർഷങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ അതും റീപ്രൊഡക്ഷനിലും നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് റാൻഡായിട്ട് ക്യാഷ്വൽ ഒന്നിങ്ങനെ നോക്കിപ്പോയാൽ മതി. ബാക്കിയുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നല്ല സീരിയസ് ആയിട്ട് പഠിക്കുക. ഇനി എവല്യൂഷൻ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നേയുള്ള വർഷം ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ എവല്യൂഷൻ എന്ത് ചെയ്യുക, ഭയങ്കര സംഭവകരമായ ടോപ്പിക്കൊന്നുമല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, റാൻഡായിട്ട് എന്ത് ചെയ്യുക, അവസാനത്തിലോട്ട് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചിട്ട് പോയി നോക്കുക. പക്ഷെ അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. പെട്ടെന്ന് ഓടിച്ചു പോകാന്ന് പറഞ്ഞാൽ അത് പഠിക്കാതിരിക്കുക എന്നല്ല. അതെന്ത് ചെയ്യുക, അതും ഒന്ന് പഠിച്ച് എന്ത് ചെയ്യുക, കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കൂടുതൽ നേരം എന്ത് ചെയ്യുക, ഇവിടെ ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്, അതിന്മേൽ സ്പെൻഡ് ചെയ്യുക. തീരെ ചോദിക്കാത്ത, തീരെ ക്വസ്റ്റ്യൻസ് വരാത്ത ഏരിയയിൽ എന്ത് ചെയ്യുക, കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റി മാറ്റേഴ്സ്, മനസ്സിലാവുമല്ലോ. ഓക്കെ. ഇനി അടുത്തത് ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി കഴിഞ്ഞ വർഷം 2 മാർക്കിനും അതിൻ്റെ മുന്നിലുള്ള വർഷം 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചോദ്യങ്ങൾ ബയോഡൈവേഴ്സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, ബയോഡൈവേഴ്സിറ്റിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിയിൽ പഠിക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്ക് ബയോഡൈവേഴ്സിറ്റി മെയിനായിട്ട് പഠിക്കണം, ബോഡി സയൻസ് മെയിനായിട്ട് പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ സെല്ല് മെയിനായിട്ട് പഠിക്കണം, സെല്ല് എന്തായാലും പഠിക്കണം. പിന്നെ അതുപോലെ അഗ്രികൾച്ചർ മെയിനായിട്ട് പഠിക്കണം. ഈ 4 ടോപ്പിക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കിയുള്ളതിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം, പഠിക്കണം. അൾട്ടിമേറ്റ്ലി എല്ലാം പഠിക്കണം എന്നാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് വൃത്തിയിൽ കവർ ചെയ്യുക. അതായത് എല്ലാ ചാപ്റ്ററുകളും അടിമുടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് A to Z ബോട്ടം ടു ടോപ്പ്, കാല് മുതൽ തല വരെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, വൃത്തിയിൽ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടണം. ആ രീതിയിൽ പഠിക്കുക. എന്നിട്ട് പേജ് നമ്പർ പഠിക്കണം എന്നല്ല, ആ രീതിയിൽ വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ല, നിങ്ങളെക്കാൾ വലിയ ആളുകൾക്ക് വരെ NMMS കിട്ടും. ആർക്കും കിട്ടും, നമുക്ക് എന്തായാലും കിട്ടുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യുക. നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യുക മീൻസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെ എന്തിട്ട് ചെയ്യുക, നമ്മൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ടോപ്പായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിച്ചു പോവുക, പരീക്ഷ അറ്റൻഡ് ചെയ്യുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. കാരണം നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നെഗറ്റീവ് ഇല്ല. സോ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ കാരണം കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് NMMS കിട്ടാതെ പോകരുത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാം അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, പോട്ടെ, തെറ്റട്ടെ, എന്നാലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് കറക്കി കുത്തുക. അങ്ങനെ തുമ്മിയാ തെറിച്ചിട മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം, അതത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് NMMS കിട്ടും, ആ കോൺഫിഡൻസ് വേണം. കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യണം. ഗുഡ്.